തോരും സ്റ്റാലിൻ്റെ മുൻപിൽ വെച്ച് റീത്തയെ തല്ലി അലീന. ഞെട്ടിവിറച്ച് സ്റ്റാലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, സ്റ്റാലിനും റീത്തയും തമ്മിൽ യുദ്ധം ഉണ്ടാകാനായിട്ട് പോവുകയാണ് എന്ന് ഇന്നത്തെ എപ്പിസോഡോടുകൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ എല്ലാ കാര്യവും എല്ലാവരെയും അറിയിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാം. പ്രധാനമായിട്ടും തൻ്റെ സഹോദരങ്ങളായ ജോബിയോടും റോബിയോടും കൂടാതെ തന്നെ അവരുടെ ഭാര്യമാരോടും അലീനയെക്കുറിച്ച് എല്ലാം പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് അലീന നല്ല പെൺകുട്ടിയാണെന്നും അവൾ നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണെന്നും അവളെപ്പോലെ ഒരു നല്ല പെൺകുട്ടിയെ താൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും സ്റ്റാൻലി അവരോട് പറയുകയാണ്. മക്കളില്ലാത്ത ആരും നോക്കാനില്ലാത്ത എനിക്ക് ദൈവം തന്നതാണ് എൻ്റെ പൊന്നുമകളെ എന്ന് പറയുന്നു. അവൾ അനാഥാലയത്തിൽ കിടന്ന് നരകിച്ചു 23 വർഷക്കാലം. ഈ പപ്പയായ ഞാൻ തിന്ന് കൊഴുത്ത് ആർഭാട ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് കാത്തു കെട്ടിയിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാലിൻ്റെ സഹോദരങ്ങൾക്കും വളരെയധികം വിഷമമാകുന്നുണ്ട്. ഇത്രയും സമ്പാദ്യവും സമ്പത്തുമുള്ള ഞാൻ എൻ്റെ മകളെ വീണ്ടും അനാഥാലയത്തിൽ ഉപേക്ഷിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. അവളെ ചേട്ടന് കൊണ്ടുവരണ്ടായിരുന്നു, ഏറ്റെടുക്കണ്ടായിരുന്നു. അവളറിയാതെ അവളെ സംരക്ഷിച്ചാൽ മതിയായിരുന്നില്ലേ? ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അവളെ എന്തിനാണ് ചേട്ടൻ ഏറ്റെടുത്തത്? അതല്ലേ എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കുന്നത്, എല്ലാവരും നമ്മളെ നോക്കി കളിയാക്കുന്നത് എന്ന് പറയുന്നു. ഇനിയും അവളെ സമൂഹം അനാഥയെന്ന് മുദ്ര കുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. അവളെ ഞാൻ എൻ്റെ മകളായിട്ട് തന്നെ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെൻ്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു. അതായത് ഒരാൾ വഴിയാണ് ഞാൻ അവളിലേക്ക് എത്തിയത് എന്നും അവളാണെങ്കിൽ അയാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല എന്നും തുടർന്ന് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായതെന്നും പറയുകയാണ്. നമ്മുടെ അമ്മയെ എങ്ങനെ വാർത്തു വെച്ചാൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെയാണ് അവൾ എന്ന് പറയുന്നത് കാണാം. ഒന്ന് പോ ചേട്ടാ, വെറുതെ നുണ പറയാതെ എന്ന് പറയുമ്പോൾ നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ വന്ന് നോക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ നിൻ്റെ സംശയത്തിനുള്ള ഉത്തരം നിനക്ക് ലഭിക്കും എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം എങ്കിൽ ഞങ്ങളും ചേട്ടൻ്റെ കൂടെ വരാം, അവളെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം, ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാവുന്നതാണ്. കാരണം നിങ്ങൾ അവളുടെ പേപ്പന്മാരല്ലേ എന്ന് പറയുന്നത്, അച്ചാച്ചന്മാരല്ലേ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഇതുവരെയും ആരും നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ മക്കൾ തന്നെ പോലും വിളിക്കാറില്ല. തന്നെ ഒന്ന് അവർ പപ്പ എന്ന് വിളിച്ചിട്ട് വർഷങ്ങൾ കുറേയായി എന്ന് സ്റ്റാലിൻ സങ്കടത്തോടെ പറയുകയാണ്. അത് തൻ്റെ കുഴപ്പമാണോ എന്ന് സ്റ്റാലിൻ ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ അവർക്ക് ഉത്തരവൊന്നും പറയാനില്ല എന്ന് കാണാം. ചേട്ടാ അത് പിന്നെ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് അതിലെ ഓർത്ത്
അതിനെക്കുറിച്ച് വലിയ സങ്കടമൊന്നുമില്ല. എല്ലാത്തിനും കാരണം ആ റീത്ത ഒരുത്തിയാണ്. എൻ്റെ സന്തോഷകരമായ കുടുംബജീവിതത്തിൽ കോലിട്ടിളക്കിയത് അവൾ മാത്രമാണ്. എന്നിട്ടാണ് അവൾ ഇത്രയും കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. എന്തിനാണ്, ഏതിനാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് അവൾ ഈ ചെയ്യുന്നത് എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അവളുടെ എല്ലാ തന്ത്രവും മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അവൾ ചോദിക്കുമ്പോഴെല്ലാം ലക്ഷങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എല്ലാത്തിനും ഞാൻ കൃത്യമായ കണക്ക് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഒരു നാൾ ഇതിനെല്ലാത്തിനും ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണക്ക് വെച്ചിരിക്കുന്നത് എന്ന് സ്റ്റാൻലി പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളും എനിക്കെതിരെ തിരിയരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കണ്ട് കാര്യം പറയാനായിട്ട്, കാര്യമൊന്ന് ബോധിപ്പിക്കാനായിട്ട് എത്തിയത് എന്ന് പറയുന്നു. നിങ്ങളെ അകറ്റാനോ നിങ്ങളുമായിട്ട് ശത്രുത പിടിക്കാനോ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്ന് പറയുന്നു. ഫോണിലൂടെ പറഞ്ഞ മറുപടി ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ചീറിപ്പാഞ്ഞ് ഞാൻ വന്നതെന്ന് പറയുന്നു. എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നും പറയുന്നു. അങ്ങനെ തൻ്റെ സഹോദരങ്ങളുടെ ഇടയിലെ മനസ്സിലുള്ള വിദ്വേഷത്തെ, നമ്മുടെ അലീനയോടുള്ള ദേഷ്യത്തെ എടുത്ത് കളയാനായിട്ട് സ്റ്റാലിന് സാധിക്കുന്നുണ്ടെന്ന് കാണാം. തിരിച്ച് സ്റ്റാലിൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച റീത്ത അവിടെ ഇരിക്കുന്നതാണ്. റീത്തയാണെങ്കിൽ സ്റ്റാലിനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും ഒരു ഉടമ്പടി പ്രമാണം ഉടനടി ഉണ്ടാക്കണമെന്ന് പറയാനുമാണ് എത്തിയിരിക്കുന്നത് എന്ന് കാണാം. ഇതേ സമയം എന്ത് പ്രമാണമെന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ സ്റ്റാലിൻ്റെ സ്വത്തിനെ പറ്റിയുള്ള പ്രമാണം തന്നെയാണ് എന്ന് പറയുകയാണ് നമ്മുടെ റീത്താമ്മ. സ്വത്തിനെ പറ്റി യാതൊരു പ്രമാണവും ഇപ്പോൾ തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല റീത്താമ്മയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ, ഒക്കെ വഴിപിഴച്ചുണ്ടായൊക്കെ കൊടുക്കാനായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്ന സമയം നമ്മുടെ അലീന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതെ, ഞാൻ നേരെ ചൊവ്വേ ഉണ്ടായത് തന്നെയാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ എൻ്റെ പപ്പയുടെ കാശിന് തിന്നിട്ട് പപ്പയോട് തന്നെ കുരയ്ക്കുന്ന ചാവാലിപ്പട്ടിയല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നാണമില്ലല്ലോ എൻ്റെ പപ്പയുടെ പൈസയ്ക്ക് തിന്ന് ഇവിടെ നിന്ന് കുരയ്ക്കാനായിട്ട് എന്ന് അലീന ചോദിക്കുകയാണ്. ഇതേ സമയം റീത്തയ്ക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട് എന്ന് കാണാം. സ്റ്റാൻലിയും അത് തന്നെ പറയുന്നതും കാണാം. ഒടുവിൽ തർക്കമാകുന്നു കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ സ്റ്റാൻലി നോക്കി നിൽക്കെ അലീന റീത്തയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ.